ഈ ഗ്രാമത്തിന്റെ പേരാണ് നാന്ദിപുരം. ഈ ഗ്രാമത്തിൽ എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ടെങ്കിലും ജനങ്ങൾ സന്തുഷ്ടരായിരുന്നില്ല. അതിന്റെ കാരണം ഈ ഗ്രാമത്തിലുള്ള മുഴുവൻ ജനങ്ങളും രഹസ്യമായി വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഗ്രാമത്തിലുള്ളവരോട് ആരും തന്നെ അടുപ്പം കാണിച്ചിരുന്നില്ല, സംസാരിക്കുമില്ലായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ ഗ്രാമത്തിലേക്ക് ഒരാളും കാലുകുത്തില്ലായിരുന്നു. ഈ ഗ്രാമത്തിലുള്ളവർ ഒതുക്കി വെച്ചിരുന്ന രഹസ്യം എന്തെന്നാൽ ഈ ഗ്രാമത്തിലെ കാട്ടിനുള്ളിലുള്ള ഭിക്ഷാസി പ്രേതമായിരുന്നു. ആ കാടുണ്ടായിരുന്നത് നാന്ദിപുരം ഗ്രാമത്തിന്റെ അതിർത്തിയിലായിരുന്നു. എന്നാൽ ആ പ്രേതം ആ ഗ്രാമത്തിലുള്ളവരെ ഒന്നും ചെയ്യില്ലായിരുന്നു. പക്ഷേ മറ്റു ഗ്രാമത്തിൽ നിന്ന് ആരെങ്കിലും വന്നാലും അവർ രാത്രി 1 മണിക്ക് ശേഷം ഈ ഗ്രാമത്തിൽ തങ്ങിയാലോ അല്ലെങ്കിൽ ഇവിടെയുള്ള എന്തെങ്കിലും ഒരു വസ്തു ഈ ഗ്രാമത്തിന്റെ അതിർത്തിക്ക് അപ്പുറം കൊണ്ടുപോയാലോ ആ പ്രേതം അവരെ വലിച്ചഴിച്ച് കാട്ടിൽ കൊണ്ടുപോയി കൊന്നു തിന്നും. ഈ ഭയം കൊണ്ട് മറ്റു ഗ്രാമത്തിലുള്ളവർ ഈ ഗ്രാമത്തിലുള്ളവരോട് സഹകരിക്കില്ലായിരുന്നു. ഈ കാരണം കൊണ്ട് തന്നെ നാന്ദിപുരത്തിലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വിവാഹം നടക്കാത്ത അവസ്ഥയിലായിരുന്നു. അങ്ങനെ ഇരിക്കെ നാന്ദിപുരത്തിനടുത്തുള്ള ഗ്രാമമായ വിഷ്ണുപുരം ഗ്രാമത്തിലെ തലവനായ രാമരാജന്റെ പുത്രന് കല്യാണം ഉറപ്പിച്ചു. ആ കല്യാണം കൂടാനായിട്ട് ടൗണിൽ നിന്നും അടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നും ഒരുപാട് ബന്ധുക്കളെല്ലാം അവിടേക്ക് വരുന്നുണ്ടായിരുന്നു. പക്ഷേ എല്ലാവരും വിഷ്ണുപുരത്തേക്കുള്ള വഴിയിലൂടെയാണ് വന്നത്. നാന്ദിപുരം വഴിയിലേക്ക് അവർ എത്തിപ്പോലും നോക്കാതെയാണ് പോയത്. ടൗണിൽ നിന്ന് രാമരാജന്റെ മാമനായ നായിഡു വരുന്നുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബവുമായി കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കെ, എടാ മഹേഷ്, ഈ കാലഘട്ടത്തിലും എന്താടാ കുതിരവണ്ടിയെ പോകുന്നത്? ഇത് പല്ലിറ്റൂരാണ്. ഇവിടെ കുതിരവണ്ടിയെ മാത്രമേ പോകാൻ പറ്റൂ. കണ്ടില്ലേ, വഴിയെല്ലാം നിറച്ച് കുണ്ടും കുഴിയുക. അതുകൊണ്ട് ഇവിടെയുള്ളവർ കുതിരവണ്ടിയിൽ മാത്രമേ യാത്ര ചെയ്യൂ. ഗ്രാമത്തിന്റെ പകുതി വരെ എത്തിയപ്പോൾ ഇരുട്ടായതുകൊണ്ട് അവർക്ക് വഴി കാണുന്നില്ലായിരുന്നു. കുറച്ചു ദൂരം കൂടെ മുൻപോട്ട് പോയപ്പോൾ കുതിരവണ്ടി ഒരു കുഴിയിലേക്ക് താഴ്ന്നു. വണ്ടി നിന്നുപോയതുകൊണ്ട് മഹേഷും കുതിരക്കാരനും താഴേക്ക് ഇറങ്ങി നോക്കി. എന്താ പറ്റിയെന്ന് അറിയില്ല, നോക്കട്ടെ. അതെ, കുഴിയിൽ വീണ് വണ്ടിയുടെ ചക്രം ഒടിഞ്ഞു പോയിട്ടുണ്ട്. രാത്രി ആയോണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇപ്പൊ എന്ത് ചെയ്യാനാ? ദേ കണ്ടില്ലേ, അവിടെ ഒരു വീടുണ്ട്. അവിടെ പോയി കുറച്ച് വിശ്രമിക്കേ. ഞാൻ പോയിട്ട് ചക്രം ശരിയാക്കാൻ ആരെങ്കിലും വിളിച്ചോണ്ട് വരാം. അങ്ങനെ പറഞ്ഞ് കുതിരക്കാരൻ അവിടുന്ന് പോയി. അപ്പോഴാണ് മഹേഷ് കുറച്ചു ദൂരം മുമ്പേ ഒരു ഗ്രാമം കണ്ടത്. അവിടെ അടുത്തൊരു ഗ്രാമം കാണുന്നുണ്ടല്ലോ. നമുക്ക് ആ ഗ്രാമത്തില് ഇന്ന് രാത്രി തങ്ങിയാലോ? ആ വാ പോകാം. ഈ രാത്രി ഇനി ഇവിടെ നിൽക്കണ്ട. ആ ഗ്രാമത്തിൽ പോയി നമുക്ക് വിശ്രമിക്കാം. അങ്ങനെ പറഞ്ഞ് അവർ ദൂരെ കണ്ട ഗ്രാമത്തിലേക്ക് നടന്നകന്നു. അത് എല്ലാവരും ചേർന്ന് രഹസ്യമായി വെച്ചിരുന്ന ആ വിഷാസിപ്രേതമുള്ള നാന്ദിപുരം എന്ന ഗ്രാമമാണെന്നറിയാതെ അവർ അങ്ങോട്ട് നടന്നുകൊണ്ടേ. അതെ, എന്റെ പേര് നായിഡു. ഞങ്ങള് വിഷ്ണുപുരത്തിൽ നിന്നും രാമരാജിന്റെ കല്യാണത്തിന് വേണ്ടി വന്നതാ. അങ്ങനെ അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു. വേണ്ട, നിങ്ങൾ ഈ ഗ്രാമത്തിൽ നിൽക്കാൻ പാടില്ല. പെട്ടെന്ന് പോകൂ. എന്താ കാര്യം? ഞങ്ങൾ പോകണമെന്നോ? നിങ്ങൾക്കറിയില്ലേ, ഇവിടെ കുറെ നിയമങ്ങളുണ്ട്. മറ്റു ഗ്രാമത്തിൽ നിന്ന് ആരും ഇങ്ങോട്ട് വരരുത്. അതുകൊണ്ട് നിങ്ങളാരും ഇവിടെ നിൽക്കാൻ പാടില്ല. 1 മണി ആകാറായി. പെട്ടെന്ന് പോകൂ. പെട്ടെന്ന് ഇവിടുന്ന് പോകാൻ. അങ്ങനെ പറയരുത്. ഒരു രാത്രിയെങ്കിലും ഞങ്ങൾ ഇവിടെ തങ്ങാൻ അനുവദിക്കണം. രാവിലെ തന്നെ ഞങ്ങൾ പൊയ്ക്കോളാം. നോക്കൂ, നല്ല കാറ്റുണ്ട്. എടോ, ഇവര് നമ്മുടെ വാക്ക് കേൾക്കുമെന്ന് തോന്നുന്നില്ല. ഈ കാറ്റ് കണ്ടിട്ട് പ്രേതം വരുമെന്നാ തോന്നുന്നത്. പെട്ടെന്ന് തന്നെ അങ്ങുന്നനെ വിളിക്കാം. അങ്ങുന്നേ ഇങ്ങോട്ടൊന്ന് വരുമോ? അങ്ങനെ വിളിച്ചപ്പോൾ പ്രായമുള്ള ഒരാൾ അവിടേക്ക് വന്നു. അങ്ങുന്നേ, ഇവര് പട്ടണത്തിൽ നിന്നും വിഷ്ണുപുരത്തേക്ക് പോകാൻ വേണ്ടി വന്നതാ. ഇവരുടെ വണ്ടിയുടെ ചക്രം ഒടിഞ്ഞുപോയി. അതുകൊണ്ട് ഇവര് നമ്മുടെ ഗ്രാമത്തിലേക്ക് പോന്നു. പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല. അങ്ങ് തന്നെ പറഞ്ഞ് മനസ്സിലാക്ക്. ആ പ്രേതം എങ്ങാനും വന്നാൽ ഇവരെ കൊന്നുകളയും. ഞങ്ങൾ എന്തു പറഞ്ഞിട്ട് ഇവര് കേൾക്കുന്നില്ല. പ്രേതമോ? ഇവിടെ നോക്കൂ, ആ പ്രേതത്തെക്കുറിച്ച് പറയാൻ സമയമില്ല. ഈ ഗ്രാമത്തിൽ നിൽക്കുന്നത് നിങ്ങൾക്ക് ആപത്താണ്. നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടുന്ന് പോകും. ഈ രാത്രി ഞങ്ങൾ എങ്ങനെ പോകാനാ? പോകാനാണെങ്കിൽ ഒരു വണ്ടി പോലും ഇല്ല. ശരി, എൻ്റെ കുതിരവണ്ടി എടുത്തോണ്ട് പോയിക്കോളൂ. നിങ്ങളിവിടെ നിന്നാൽ ആ പ്രേതം നിങ്ങളെ കൊന്നുകളയും. പെട്ടെന്ന് തന്നെ പോകാൻ. രാമോ, ഇവരെ വിഷ്ണുപുരത്ത് കൊണ്ട് വിട്ടിട്ട് വാ. അറിയാമല്ലോ, 1 മണിക്കുള്ളിൽ ഇവരെ നീ അവിടെ എത്തിക്കണം. ശരി അങ്ങൊന്നേ. എല്ലാ
എല്ലാവരും ആ വണ്ടിയുടെ അടുത്തേക്ക് പോയി. റായുടെ കുടുംബത്തിന് എന്താണ് സംഭവിച്ചത്, ആ പ്രേതത്തിന്റെ കഥ എന്താണ്, ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു. അയ്യോ, ഈ വണ്ടിയിൽ 4 പേർക്കേ പോകാൻ പറ്റൂ. ഇതിപ്പോ 6 പേരുണ്ടല്ലോ, എങ്ങനെ പോകും? ഒരു കാര്യം ചെയ്യൂ, ആദ്യം അമ്മയും അച്ഛനെയും കൊണ്ട് വിട്ടിട്ട് വരും. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ വിട്ടാൽ മതി. ഇല്ല, അങ്ങനെ പറ്റത്തില്ല. എല്ലാവരും ഒരുമിച്ച് തന്നെ പോകണം. രാത്രി കുറെ ഇരുട്ടിയിരിക്കുന്നു, 1 മണിയാകാൻ പോകുന്നു. 1 മണിയായാൽ എന്താ കുഴപ്പം? എന്തുകൊണ്ടാ നിങ്ങളെല്ലാവരും ഇങ്ങനെ പേടിക്കുന്നത്? പറയൂ. പറയാം. ആദ്യമേ നമ്മൾ അതിർത്തി കടന്ന് പുറത്തു പോകണം. 4 പേര് വണ്ടിയിലിരിക്കുക, ബാക്കിയുള്ളവര് പുറകെ നടന്നു വാ. അങ്ങനെ പറഞ്ഞ് അവർ അതിർത്തിക്ക് അപ്പുറം എത്തി. രാമു എന്താണ് സംഭവിച്ചതെന്ന് അവരോട് പറഞ്ഞു. ഈ ഗ്രാമത്തിന്റെ തലവൻ രാമകൃഷ്ണന്റെ മുത്തശ്ശൻ കൃഷ്ണമൂർത്തിയായിരുന്നു. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ പ്രശ്നങ്ങളും ആ കുടുംബമായിരുന്നു കൈകാര്യം ചെയ്തിരുന്നത്. ഈ ഗ്രാമത്തിൽ എല്ലാവരും സന്തോഷമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവിടെ സന്തോഷമായി പോയിക്കൊണ്ടിരുന്ന ഈ നാട്ടിൽ എവിടുന്നോ കുറെ കള്ളന്മാർ വന്ന ഈ നാട് മുഴുവൻ കൊള്ളയടിക്കാൻ തുടങ്ങി. അവരെ എതിർത്താൽ കൊന്നുകളയും. അവരെവിടുന്ന് വന്നെന്നോ എങ്ങോട്ടാ പോകുന്നെന്നോ അറിയില്ലായിരുന്നു. അവരെ തടുക്കാൻ നോക്കിയ ഒരുപാട് പേരെ അവർ കൊന്നുകളഞ്ഞു. കാവൽ നിന്നവരെ പോലും അവർ കൊന്നുകളഞ്ഞു. ഇതെങ്ങനെയെങ്കിലും ശരിയാക്കാൻ വേണ്ടി കൃഷ്ണമൂർത്തി അദ്ദേഹം ഗ്രാമത്തിലുള്ള ഒരു സ്വാമിയുടെ അടുത്ത് പോയി. അദ്ദേഹത്തിൻ്റെ പേര് അവിധി സ്വാമി. അദ്ദേഹത്തിൻ്റെ അടുക്ക് നടന്നതെല്ലാം പറഞ്ഞു. സ്വാമി, ഈ പ്രശ്നത്തിന് പരിഹാരമില്ലേ? തീർച്ചയായും മനുഷ്യനാൽ സാധിക്കാത്തത് അതിന് മേളിലുള്ള ശക്തിയെ കൊണ്ട് പരിഹരിക്കാൻ സാധിക്കും. അതായത് എന്താണ് സ്വാമി? ഭിക്ഷാസി പ്രേതം. എന്താ പ്രേതം? പ്രേതം എങ്ങനെ പരിഹരിക്കും? ഭിക്ഷാസി പ്രേതത്തെ ഈ ഗ്രാമത്തിന് കാവലായിട്ട് ആവാഹനം ചെയ്യണം. അത് ഗ്രാമത്തിന് കാവലായിരിക്കുമ്പോൾ കള്ളന്മാർ നമ്മുടെ ഗ്രാമത്തിൽ വരുമ്പോൾ അവരെ കൊന്നുകളയും. അവരേത് സമയത്താണ് വരുന്നത്? 1 മണിക്ക് ശേഷം ഗ്രാമത്തിൽ വന്ന് മോഷ്ടിച്ചിട്ട് അവർ പോകും. സമയം കൃത്യമായി അറിയില്ല. എന്നാൽ സ്വാമി, എന്താ കൃഷ്ണമൂർത്തി പറയൂ. ആ പ്രേതം ഗ്രാമവാസികളെ ഒന്നും ചെയ്യില്ലല്ലോ അല്ലേ? ഇല്ല, നമ്മുടെ ഗ്രാമത്തിലുള്ള ആരെയും ഒന്നും ചെയ്യില്ല. ഇനിയും നമുക്ക് ഭിക്ഷാസി പ്രേതത്തെ കാവലിന് വേണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല സ്വാമി. ആദ്യമേ പ്രേതത്തെ ആവാഹനം ചെയ്ത് ഈ ഗ്രാമത്തെ രക്ഷിക്കാം. അതിനുശേഷം പ്രേതത്തെ ഒഴിവാക്കാനുള്ള മന്ത്രം ചൊല്ലാം. നിങ്ങൾ പോയി നമ്മുടെ ഗ്രാമത്തിലുള്ള എല്ലാവരോടും കൂടാതെ അടുത്തുള്ളവരോടും എല്ലാം പറഞ്ഞു മനസ്സിലാക്ക്. ആ വിശ്വാസിയെ ആവാഹനം ചെയ്യുന്നതിനുള്ള പൂജ ഞാൻ ചെയ്യാം. അങ്ങനെ പറഞ്ഞ് സ്വാമി പോയി. കൃഷ്ണമൂർത്തി അദ്ദേഹം ഈ കാര്യങ്ങൾ ഗ്രാമത്തിലും പുറത്തുള്ളവരോടും എല്ലാം പറഞ്ഞു. ഇത് കേട്ട് എല്ലാവരും അത്ഭുതപ്പെട്ടു. നന്ദീപുരത്തിലുള്ള കള്ളന്മാര് ഇതെല്ലാം കെട്ടുകഥയാണ് എന്ന് വിചാരിച്ചിട്ട് വീണ്ടും മോഷ്ടിക്കാനായിട്ട് വന്നു. അവിധി സ്വാമി കൃഷ്ണമൂർത്തിയുടെ അടുത്ത് വന്നിട്ട്, എന്തു പറ്റി സ്വാമി ഇങ്ങോട്ട് വന്നത്? ഇന്ന് രാത്രി ഞാൻ വിശ്വാസി പ്രേതത്തെ ആവാഹനം ചെയ്യുന്നതിന് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം തയ്യാറാണ്. ശരി സ്വാമി. ഗ്രാമത്തിന്റെ അതിർത്തിയിൽ സ്വാമിയും കൃഷ്ണമൂർത്തി അദ്ദേഹവും കുറച്ച് ആൾക്കാരും ചേർന്ന് പൂജ ചെയ്ത് വിശ്വാസി പ്രേതത്തെ ആവാഹനം ചെയ്ത് ഗ്രാമത്തിന് കാവലായിട്ട് വെച്ചു. ആ കള്ളന്മാരെ കുറിച്ച് ഓർത്ത് വിഷമിക്കണ്ട. ഇനിയും ഒരു കള്ളനും നമ്മുടെ ഈ ഗ്രാമത്തിലേക്ക് മോഷ്ടിക്കാനായി വരില്ല. ഇവിടുത്തെ ഒരു ചെറിയ വസ്തു പോലും അതിർത്തി വിട്ടുപോകാൻ പിശാച് സമ്മതിക്കില്ല. അവരെ കൊന്നുകളയും. ശരി സ്വാമി, വിശ്വാസി പ്രേതത്തെ ഒഴിവാക്കാനുള്ള മന്ത്രം പറഞ്ഞു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ ചെയ്യണമെങ്കിൽ അതിനൊരു മന്ത്രമുണ്ട്. ആ മന്ത്രം ചൊല്ലി വിശ്വാസി പ്രേതത്തെ മാവില കൊണ്ട് രൂപമുണ്ടാക്കി തീയിലേക്കിട്ടാൽ ആ വിശ്വാസി പ്രേതം ഈ ഗ്രാമം വിട്ട് പോകുന്നതാണ്. കൃഷ്ണമൂർത്തി, ഇത് ഞാൻ എഴുതിയ ആ മന്ത്രമാണ്. ഇത് പിടിക്കൂ. ഇത് വളരെ ഭദ്രമായി സൂക്ഷിക്കണം. ശരി സ്വാമി. അങ്ങനെ പറഞ്ഞ് എല്ലാവരും പോയി. 1 മണിയായപ്പോൾ കള്ളന്മാർ എപ്പോഴത്തെയും പോലെ ഗ്രാമത്തിലേക്ക് മോഷ്ടിക്കാനായിട്ട് വന്നു. ഗ്രാമത്തിലേക്ക് കാലുവെച്ചതും എന്തൊക്കെയോ ശബ്ദം കേട്ടു. ഗ്രാമം മൊത്തം ഇരുട്ട്. ആരോ വിളിച്ച പോലോ നിലവിളിക്കുന്ന പോലോ ഉച്ചത്തിലുള്ള ശബ്ദങ്ങൾ. അവർ പേടിച്ചോടാൻ തുടങ്ങിയപ്പോൾ, സത്യമായിട്ട് ഇവിടെ എന്തോ കുഴപ്പങ്ങളുണ്ട്. എല്ലാവരും പെട്ടെന്ന് ഓട്.
കയ്യിൽ കിട്ടിയ എടുത്തിട്ട് ഓട്. അങ്ങനെ ഒരു വീടിന്റെ അടുത്തൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തോ പെട്ടെന്ന് മിന്നുന്ന പോലെ തോന്നി. കള്ളന്മാരിൽ ഒരാൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ തലേ ദിവസം അവിടെ മോഷ്ടിക്കാൻ വന്ന കള്ളന്മാരെയെല്ലാം പ്രേതം അവിടെ കൊന്നിട്ടിരിക്കുന്നതാണ് കണ്ടത്. അന്ന് തൊട്ട് അവിടെ ഒരു കളവും നടന്നിട്ടില്ല. പക്ഷേ ഒരു ദിവസം ഗ്രാമത്തിലുള്ള ഒരാൾക്ക് രോഗം പിടിപെട്ടു. അവരുടെ ഭർത്താവ് ഗ്രാമപട്ടണത്തിൽ നിന്നും കാണാൻ വന്നു. അവർ ഭർത്താവിനെ കണ്ട വിഷമങ്ങൾ പറഞ്ഞു. ഒരുപാട് സംസാരിച്ചിരുന്നോണ്ട് രാത്രിയായത് അറിഞ്ഞില്ല. ചേട്ടാ, രാത്രിയായി. ഭക്ഷണം കഴിച്ച് ഇവിടെ ഉറങ്ങാം. അങ്ങനെ ഭക്ഷണം കഴിച്ചിട്ട് അവരെല്ലാവരും കിടന്നു. രാത്രി 1 മണിയായി. കാട്ടിൽ നിന്ന് എന്തോ വലിയൊരു ശബ്ദം കേട്ടു. അത് കേട്ട് പേടിച്ചിട്ട് എല്ലാവരും പുറത്തു വന്ന് അത് എന്ത് ശബ്ദമാണെന്ന് നോക്കി. ആ ശബ്ദം കാട്ടിൽ നിന്ന് വന്നുകൊണ്ടേയിരുന്നു. അവരെല്ലാവരും ആശ്ചര്യത്തോടെ തിരിഞ്ഞുകൊണ്ടേയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ ശബ്ദമെല്ലാം അങ്ങ് നിന്നു. ചുറ്റും നിശബ്ദത. പെട്ടെന്ന് കാട്ടിൽ നിന്നൊരു വലിയ കൈ വന്നിട്ട് ഗ്രാമപട്ടണത്തിൽ നിന്ന് അവിടേക്ക് വന്ന ആ പയ്യനെ കാട്ടിലേക്ക് കൊണ്ടുപോയി കൊന്നുകളഞ്ഞു. അയാളുടെ നിലവിളി കേട്ടിട്ട് ഗ്രാമത്തിലുള്ള എല്ലാവരും ഓടി വീട്ടിൽ പോയി കഥ അടച്ചു. അപ്പോൾ കുറച്ച് ആളുകൾ കൃഷ്ണമൂർത്തി അദ്ദേഹത്തിന്റെ അടുത്ത് പോയി, എന്തു പറ്റി? എന്താ എല്ലാരും വന്നത്? രാത്രിയിൽ ഗ്രാമത്തിൽ ആരാ ഉറക്കെ കരയുന്നത്? ആരാ അത്? എന്താ നിങ്ങൾ വിഷമിച്ചിരിക്കുന്നത്? എന്താ പറയൂ. നടന്നതെല്ലാം അവർ കൃഷ്ണമൂർത്തിയോട് പറഞ്ഞു. അയ്യോ, കഷ്ടമായി പോയല്ലോ. അയൽ ഗ്രാമത്തിൽ നിന്ന് ഒരാള് നമ്മുടെ ഈ ഗ്രാമത്തിൽ വന്ന് മരിച്ചെന്ന്. അവിദ്യ സ്വാമിയെ കണ്ടിട്ട് നടന്നതെല്ലാം പറയണം. അങ്ങനെ എല്ലാവരും സ്വാമിയുടെ ആശ്രമത്തിൽ ചെന്ന് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു. മരിച്ചുപോയാൾ നിങ്ങളുടെ ഗ്രാമവാസി അല്ലെന്നല്ലേ പറഞ്ഞേ? അതെ സ്വാമി. കൃഷ്ണമൂർത്തി അങ്ങുന്നേ. സംഭവിച്ചതെല്ലാം നോക്കുമ്പോൾ ആ പ്രേതം കള്ളന്മാരെ മാത്രമല്ല, പുറത്തുനിന്ന് നിങ്ങളുടെ ഗ്രാമത്തിലേക്ക് ആര് വന്നാലും കൊന്നുകളയും. നടന്നതിലെല്ലാം എനിക്ക് ഒരുപാട് വിഷമമുണ്ട്. ഇപ്പോൾ ഞാൻ എന്തു ചെയ്യണം? പറയൂ. ഇനിയും ആരും ആ പ്രേതത്തിന്റെ കൈകൊണ്ട് മരിക്കാൻ പാടില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ആ പ്രേതത്തെ പൂജ ചെയ്ത് തിരിച്ചയക്കൂ. ശരി, അങ്ങനെ ചെയ്യാം. പക്ഷെ ആ മന്ത്രം എന്നെപ്പോലുള്ള ഒരു സ്വാമി ചൊല്ലാൻ പാടില്ല. ചൊല്ലിയാൽ ഫലിക്കില്ല. ഇനി എന്തു ചെയ്യും സ്വാമി? ആരെക്കൊണ്ട് ആ മന്ത്രം ചൊല്ലിക്കും? 30 വർഷമായിട്ട് കല്യാണമായ ഒരാണിനെ കൊണ്ട് ആ മന്ത്രം ചൊല്ലിക്കണം. അത് കേട്ടവരെല്ലാം ഭയന്ന് പിന്മാറി. അയ്യോ, എന്നെ കൊണ്ട് പറ്റത്തില്ല സ്വാമി. അയ്യോ, എന്നെ കൊണ്ടും പറ്റത്തില്ല സ്വാമി. എനിക്ക് ഭയങ്കര പേടിയാ. എന്നെ കൊണ്ടും പറ്റത്തില്ല. ശരി, എൻ്റെ മകൻ രാഘവൻ ഇത് ചെയ്യും. ഇന്ന് രാത്രി തന്നെ അത് തീർക്കണം. സ്വാമി, അത് ഒഴിവാക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യ് വേഗം. ശരി. കൃഷ്ണമൂർത്തി അദ്ദേഹവും അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ചേർന്ന് നടന്നതെല്ലാം എല്ലാ ഗ്രാമവാസികളോടും പറഞ്ഞു. കൃഷ്ണമൂർത്തി അദ്ദേഹത്തിന്റെ മകനായ രാഘവനോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി. നമ്മുടെ ഗ്രാമത്തിന് നല്ലതിനു വേണ്ടി ചെയ്തതാ, പക്ഷെ ഇപ്പൊ ശാപമായി മാറി. നോക്കുമോനെ രാഘവ, നീ ഈ പൂജയിൽ പങ്കെടുത്ത് നമ്മുടെ ഗ്രാമത്തിൽ നിന്നും ആ പ്രേതത്തെ എങ്ങനെങ്കിലും നീക്കണം. നീ എന്താ ചെയ്യേണ്ടതെന്ന് സ്വാമി നിനക്ക് പറഞ്ഞു തരും. ശരി അച്ഛാ. ഞാനും കുറെ ആളുകളും നിന്റെ കൂടെ ഉണ്ടായിരിക്കും. നീ പേടിക്കാതെ ആ പ്രേതത്തെ നശിപ്പിക്ക്. പിന്നീട് സ്വാമി അവിടെ വന്നിട്ട് പ്രേതത്തെ എങ്ങനെയാണ് ഒഴിപ്പിക്കേണ്ടതെന്ന് എല്ലാം പറഞ്ഞു കൊടുത്തു. പൂജയ്ക്കുള്ള ഏർപ്പാടുകൾ ചെയ്തിട്ട് സ്വാമിയും രാഘവനും കൃഷ്ണമൂർത്തി അദ്ദേഹവും കുറച്ച് ആണുങ്ങളും ചേർന്ന് അവിടേക്ക് വന്നു. കസൂചിക ശിഖര അഗ്നി ഭഗഭഗ ജ്വാല അഗ്നി വിസൂചിക പ്രളയാഗ്നി ഭഗഭഗ ശിഖരാഗ്നി. മന്ത്രം ചൊല്ലി രൂപം തീയിലോട്ടിട്ടപ്പോൾ വലിയൊരു ശബ്ദം കേട്ടു. ശക്തമായ കാറ്റ് വീശി. ആകാശത്തു നിന്ന് ഇടിമുഴക്കവും. മുകളിലുണ്ടായിരുന്ന മരത്തിന്റെ കൊമ്പ് താഴേക്ക് വീണു. രാഘവൻ പേടിച്ചിട്ട് കയ്യിലിരുന്ന രൂപം തീയിലേക്ക് ഇട്ടതിന് പകരം താഴേക്കിട്ടു. ഇതെല്ലാം മനസ്സിലാക്കി കാട്ടിൽ നിന്ന് ആ പ്രേതം പെട്ടെന്ന് വന്നിട്ട് രാഘവന്റെ കഴുത്ത് വെട്ടി കൊന്നു കളഞ്ഞു. അവന് കൺമുമ്പിൽ തന്റെ മകൻ മരിച്ചത് കണ്ട് കൃഷ്ണമൂർത്തി അദ്ദേഹം പൊട്ടിക്കരഞ്ഞു.
അയ്യോ, ഇങ്ങനെ സംഭവിച്ചല്ലോ. കൃഷ്ണമൂർത്തി അദ്ദേഹം ഈ പ്രേതത്തെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഈ ഗ്രാമത്തിൽ എപ്പോഴും ആ വിഷാസി പ്രേതത്തിന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കും. മകൻ മരിച്ചുപോയതിന്റെ വിഷമത്തിൽ കൃഷ്ണമൂർത്തി അദ്ദേഹവും മരിച്ചുപോയി. അങ്ങനെ ഈ ഗ്രാമത്തിലുള്ളവരെല്ലാം അടുത്തുള്ള ഗ്രാമത്തിൽ നിന്നും ആരെയും ഇവിടേക്ക് വരാൻ സമ്മതിക്കാതെയായി. അതിനുശേഷം അവിദ്യാസ്വാമി ഒരുപാട് സ്വാമിമാരെ കണ്ട് ചോദിച്ചു, ഒരുപാട് പരിശ്രമിച്ചു. പക്ഷെ ഒരു കാര്യവും ഉണ്ടായില്ല. അതുമാത്രമല്ല, പ്രേതത്തിന്റെ ശക്തി പഴയതിൽ ഒരുപാട് കൂടി. എന്നുവെച്ചാൽ ഈ വിശ്വാസിയെ ഒഴിവാക്കാൻ ഒരു വഴിയില്ലേ? ഉണ്ടായിരുന്നെങ്കിൽ അവിദ്യാസ്വാമി പറയില്ലായിരുന്നോ? പക്ഷേ ഇപ്പോൾ അവിദ്യാസ്വാമി പോലും ഇല്ലല്ലോ. ഈ ഗ്രാമത്തെ ഈശ്വരനെ രക്ഷിക്കാൻ പറ്റും. ഞാനത് ചെയ്യും. മന്ത്രവാദി മുത്തശ്ശിക്ക് പറ്റാത്തതായിട്ട് ഒന്നുമില്ല, ഉറപ്പ്. ഞാൻ പോയിട്ട് മന്ത്രവാദി മുത്തശ്ശിയെ കണ്ട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് മുത്തശ്ശിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. നിങ്ങൾ കല്യാണത്തിന് പോയിക്കോ അച്ഛാ, ഞാൻ പുറകെ വരാം. അങ്ങനെ പറഞ്ഞ് മഹേഷ് വിഷ്ണുപുരത്തിൽ അവരെല്ലാം ഇറക്കിയിട്ട് ആ വണ്ടിയിൽ തന്നെ യാത്ര ചെയ്ത് മന്ത്രവാദിനി മുത്തശ്ശിയുടെ അടുത്ത് ചെന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു. മുത്തശ്ശി തന്നെ ഈ ഗ്രാമത്തെ രക്ഷിക്കണം. ശരി, ഞാൻ വരാം. പക്ഷേ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം പരിഹരിക്കാനുള്ള വഴി ഉടനെ തന്നെ കണ്ടെത്തണം. അപ്പോൾ മറ്റൊരു പ്രശ്നം ഉണ്ടാവാതെയും നോക്കണം. ദുഷ്ടശക്തികളെ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒരിക്കലും ഉപയോഗിക്കരുത്. ശരി, നടക്കാൻ പാടില്ലാത്തതാണ് നടന്നത്. ആദ്യം നമ്മൾ പോയി ആ നാടിനെ വിശ്വാസി പ്രേതത്തിൽ നിന്ന് രക്ഷിക്കാനാണ് നോക്കേണ്ടത്. മന്ത്രവാദിനി മുത്തശ്ശി നന്ദിപുരത്തിലേക്ക് പോയി. വിശ്വാസി പ്രേതം രാഘവനെ കൊന്ന സ്ഥലത്തേക്കെത്തി. ഈ സ്ഥലത്താണ് ആ പ്രേതം കുടികൊള്ളുന്നത്. രാഘവനെ ആ പ്രേതം ഇവിടെ വെച്ചല്ലേ കൊന്നത്. അതുകൊണ്ട് ആ പ്രേതത്തിനെ നശിപ്പിക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ഇവിടെ വെച്ച് ചെയ്യണം. ഇപ്പോൾ തന്നെ നിങ്ങൾ പോയി ഒരു കരിങ്കോഴിയെയും 10 നാരങ്ങകളും അതുകൂടാതെ ഒരു വവ്വാലിനെ പിടിച്ച് അതിനെ കൊന്ന് അതിന്റെ രക്തവും ഒരു പാത്രത്തിലാക്കി കൊണ്ടുവരിക. അപ്പോൾ ആ വവ്വാലിന്റെ രക്തത്തിനായി ആ വിശ്വാസി പ്രേതം മയങ്ങി നമ്മുടെ അടുത്തേക്ക് വരും. ആ ഗ്രാമത്തിലുള്ളവർ മന്ത്രവാദിനി മുത്തശ്ശി പറഞ്ഞ എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നു. മന്ത്രവാദിനി അവിടെ ഒരു കോലം വരച്ചു. അതിന്റെ നടുവിൽ വവ്വാലിന്റെ രക്തം ഒഴിച്ചു. കരിങ്കോഴിയെ കൊന്ന് അതിന്റെ രക്തം മുഴുവൻ ആ കോലത്തിന് ചുറ്റുമായി കളിച്ചു. അപ്പോൾ ആ വിശ്വാസി പ്രേതം കാടിന്റെ നടുവിൽ നിന്ന് കോലത്തിലേക്ക് വന്നെത്തി. വിശ്വാസി പ്രേതത്തിന്റെ രൂപമുണ്ടാക്കി ആ ഗ്രാമത്തിന്റെ തലവനോട് തീയിലേക്കിടാൻ പറഞ്ഞു. അതിനുശേഷം മുത്തശ്ശി മന്ത്രം ചൊല്ലിയപ്പോൾ വിടഞ്ഞുകൊണ്ട് ആ പ്രേതം സാരമായി. ഇനി മുതൽ ഈ ഗ്രാമത്തിലേക്ക് ആർക്ക് വേണമെങ്കിലും വരികയും പോവുകയും ചെയ്യാം. ഇനി ഒരിക്കലും ഇവിടെ ആർക്കും പ്രേതത്തിന്റെ ഉപദ്രവം ഉണ്ടാവില്ല. എപ്പോഴും ദുഷ്ടശക്തിയെ നമ്മൾ അകറ്റിയേ നിർത്താവൂ. അടുത്തു നിർത്തിയാൽ ഇങ്ങനെയുള്ള അപകടങ്ങൾ ഉണ്ടാവും. അങ്ങനെ പറഞ്ഞ് അവിടെ നിന്ന് മുത്തശ്ശി പോയി. മഹേഷിനോട് ആ ഗ്രാമത്തിലെ ജനങ്ങളും ആ ഗ്രാമത്തലവനും നന്ദി പറഞ്ഞു. മഹേഷ് അവിടെ നിന്നും വിഷ്ണുപുരത്തേക്ക് കല്യാണത്തിനായി പോയി. അന്ന് തൊട്ട് ആ ഗ്രാമത്തിലെ ജനങ്ങൾ മറ്റു ഗ്രാമത്തിലെ ജനങ്ങളുമായി സഹകരിച്ച് ജീവിക്കാൻ തുടങ്ങി.